മുൻവർഷ ചോദ്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള പഠനം തീർച്ചയായിട്ടും പരീക്ഷകളിൽ നമ്മളെ വളരെയധികം സഹായിക്കും. എന്നാൽ ബേസിക് അറിഞ്ഞുകൊണ്ടുള്ള പഠനം നമ്മളെ സഹായിക്കുക വ്യത്യസ്ത ചോദ്യങ്ങൾ വരുമ്പോഴാണ്. ഈ 2019 നടന്ന പല PSC പരീക്ഷകളും നമുക്ക് നൽകുന്ന സൂചന ഇനിയുള്ള പരീക്ഷകളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങളെ നമുക്ക് നേരിടണമെങ്കിൽ ഇംഗ്ലീഷിന്റെ അടിസ്ഥാന തത്വങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കും. ഇംഗ്ലീഷിന്റെ അടിസ്ഥാന വശങ്ങൾ നിങ്ങൾക്ക് കാട്ടിത്തരുന്ന ഒരു കോഴ്സാണ് ഈ 68 ക്ലാസ്സുകൾ അടങ്ങുന്ന ഈ ഓൺലൈൻ വീഡിയോ കോഴ്സ് എന്ന് പറയുന്നത്. ഈ കോഴ്സ് 3 തരത്തിലാണ്. 6 മാസത്തെ കോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ 3 മാസത്തെ കോഴ്സ്, 1 മാസത്തെ കോഴ്സ്. ഇംഗ്ലീഷിൽ ഫുൾ മാർക്ക് വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഓൺലൈൻ വീഡിയോ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി വാട്സാപ്പിലൂടെ നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമസ്കാരം. നമ്മളിന്ന് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് PSC പരീക്ഷകളിൽ മിക്കപ്പോഴും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഡിറ്റർമിനേഴ്സ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. നോക്കുക, ഡിറ്റർമിനേഴ്സ് എന്താണ്? ഡിറ്റർമിനർ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം എന്താണ്? നൗണിന് തൊട്ടു മുമ്പ് വരുന്ന വാക്കിനെ നമുക്ക് ഡിറ്റർമിനർ എന്ന് പറയാം. ഏതെങ്കിലും ഒരു നൗണ്, ആ നൗണിന്റെ തൊട്ടു മുമ്പിൽ ഒരു വാക്ക് വരുന്നു എങ്കിൽ അതിനെ ഡിറ്റർമിനർ എന്ന് പറയാം. പക്ഷെ ആ വാക്ക് എന്തും കൂടെ ചെയ്യണം. ആ നൗണിനെ, നമ്മൾ ഏത് നൗണാണോ ആ നൗണിനെ കുറിച്ച് എന്തെങ്കിലും ഒരു സൂചനയും കൂടെ തരണം അല്ലേ? അപ്പൊ അങ്ങനെയുള്ളതിനെ നമുക്ക് എന്ത് പറയാം? ഡിറ്റർമിനർ എന്ന് പറയാം. അപ്പം ഏതെങ്കിലും ഒരു നൗണിന്റെ തൊട്ടു മുമ്പ് വരുന്ന വാക്ക്, അതിനെ നമുക്ക് എന്ത് പറയാം? ഡിറ്റർമിനർ എന്ന് പറയാം. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഡിറ്റർമിനേഴ്സിനെ നമുക്ക് 4ആയി തരംതിരിക്കാം. ഒന്ന് എന്താണ്? ആർട്ടിക്കിൾസ്. ഡിറ്റർമിനർ 4 തരമുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ആർട്ടിക്കിൾസ്, അടുത്തത് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ്, അടുത്തത് പൊസസീവ് അഡ്ജക്റ്റീവ്സ്, അടുത്തത് അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാണ്ടിറ്റി ആൻഡ് നമ്പർ. ഓക്കെ. ഇപ്പൊ ഡിറ്റർമിനർ എന്താണ് നമുക്കറിയാം? നൗണിന് തൊട്ടു മുമ്പ് വരുന്ന, അല്ലെങ്കിൽ നൗണിനെ സൂചിപ്പിക്കുന്ന, അല്ലെങ്കിൽ നൗണിനെ കുറിച്ച് പറയുന്ന വാക്ക്, ഏതൊരു വാക്ക്, ആ വാക്കിനെ നമുക്കെന്ന് പറയാം? ഡിറ്റർമിനർ എന്ന് പറയാം. ആ ഡിറ്റർമിനറെ നമുക്ക് 4ആയി തരംതിരിക്കാം. എന്തൊക്കെ? ആർട്ടിക്കിൾസ്, ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ്, പൊസസീവ് അഡ്ജക്റ്റീവ്സ്, അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാണ്ടിറ്റി ആൻഡ് നമ്പർ. ആർട്ടിക്കിൾസ് നമുക്കറിയാം ഏതൊക്കെയാണ്? എയും ആനും ദിയും. ഓക്കെ, എയും ആനും ദിയും ആണ് ആർട്ടിക്കിൾസ്. പിന്നെ ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരാം? ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ദിസ്, ദാറ്റ്, ദീസ് ആൻഡ് ദോസ്. ഇതാണ് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ്. ഇത് പൊസസീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരാം? മൈ, അവർ, യുവർ, ഹിസ്, ഹർ, ഇറ്റ്സ് ആൻഡ് ദെയർ. ഓക്കെ. ഇനി അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാണ്ടിറ്റി ആൻഡ് നമ്പർ. അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ പറയാം? സം, എനി, മച്ച്, മെനി, ഓൾ, ബോത്ത്, ഫ്യൂ, ലിറ്റിൽ, ഈച്ച്, എവരി, എയ്തർ, നെയ്തർ. ഇത്രയും നമുക്ക് എന്തെന്ന് പറയാം? ക്വാണ്ടിറ്റി അല്ലേ? അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാണ്ടിറ്റി എന്ന് പറയാം. ഈ നമ്പർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതൊക്കെയാ? 1, 2, പിന്നെ ഫസ്റ്റ്, സെക്കൻഡ്, എക്സെട്ര. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഡിറ്റർമിനറിനെ നമുക്ക്, അല്ലെങ്കിൽ ഡിറ്റർമിനേഴ്സിനെ നമുക്ക് 4ആയി തരംതിരിക്കാം. ഏതൊക്കെ? ആർട്ടിക്കിൾസിനും, ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സിനും, പൊസസീവ് അഡ്ജക്റ്റീവ്സിനും, അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാണ്ടിറ്റി ആൻഡ് നമ്പർ. ഓക്കെ. ഇനിയിപ്പോ ഒരു സെന്റൻസ് നമുക്ക് തന്നിട്ട് ഡിറ്റർമിനർ കണ്ടെത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ സെന്റൻസിൽ എന്തൊക്കെ ഉണ്ടെങ്കിൽ എ എന്നോ, ആനെന്നോ, ദാ എന്നോ, ദിസ് എന്നോ, ദാറ്റ് എന്നോ, ദീസ് എന്നോ, ദോസ് എന്നോ, അല്ലെങ്കിൽ മൈ, അവർ, യുവർ, ഹിസ്, ഹർ, ഇറ്റ്സ്, ദെയർ, പിന്നെ സം, എനി, മച്ച്, മെനി, ഓൾ, ബോത്ത്, few, little, each, every, neither, 1, 2, first, second, fourth, third, fourth എന്നൊക്കെ വരുമല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എന്തുമായിരിക്കും? ഡിറ്റർമിനർ ആയിരിക്കും. അതിനുശേഷം എന്തും കൂടെ വേണം? ഒരു നൗണും കൂടെ ഉണ്ടാവണം. മനസ്സിലായല്ലോ? അപ്പൊ ഇനി ഇതുവരെ PSC ചോദിക്കുന്നത് ഇങ്ങനെയാണ്, ഡിറ്റർമിനർ ഏതാണ് എന്നേ ചോദിക്കുന്നു. ചിലപ്പോൾ ഇനി വരാൻ പോകുന്ന പരീക്ഷയിൽ ഇതുപോലെ നമുക്കൊരു സെന്റൻസിൽ ഇതെല്ലാം കാണും. നമുക്ക് ഇതെല്ലാം ഉള്ള ഒരു സെന്റൻസ് തരും. എന്നിട്ട് PSC ചോദിക്കുന്നത് എന്തുമായിരിക്കും?
ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ് ആയിട്ട് വന്നിരിക്കുന്ന ഡിറ്റർമിനർ ഏത് എന്ന് ചിലപ്പം ചോദിക്കാം. അല്ലെങ്കിൽ പൊസസീവ് അഡ്ജക്റ്റീവ്സ് ആയിട്ട് വന്നിരിക്കുന്ന ഡിറ്റർമിനർ ഏത്, അല്ലെങ്കിൽ അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാണ്ടിറ്റി ആൻഡ് നമ്പറിൽ വന്നിരിക്കുന്ന ഡിറ്റർമിനർ ഏത് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം. എങ്ങനെ? അതായത് ഈ പറയുന്ന ഒരു വാക്ക് തന്നെ, ഇപ്പൊ ഉദാഹരണത്തിന് മൈ എന്നൊരു സംഭവം തരുന്നു. എന്നിട്ട് ആ മൈ എന്ന് പറയുന്നത് ഏത് തരം ഡിറ്റർമിനർ ആണ്? ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്ന ഡിറ്റർമിനർ ആണോ, അല്ലെങ്കിൽ പൊസസീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്ന ഡിറ്റർമിനർ ആണോ, അല്ലെങ്കിൽ അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാണ്ടിറ്റി ആൻഡ് നമ്പർ എന്ന് പറയുന്ന ഡിറ്റർമിനർ ആണോ, അതോ ആർട്ടിക്കിൾസ് എന്ന് പറയുന്ന ഡിറ്റർമിനർ ആണോ എന്ന തരത്തിൽ ചോദിക്കും. അപ്പൊ ആ മൈ എന്തുമായിരിക്കും? പൊസസീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്ന ഡിറ്റർമിനർ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ ഡിറ്റർമിനറുമായി ബന്ധപ്പെട്ട് നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഡിറ്റർമിനേഴ്സ്. ഡിറ്റർമിനേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരാം? ആർട്ടിക്കിൾസ് വരാം, ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ് വരാം, പൊസസീവ് അഡ്ജക്റ്റീവ്സ് വരാം, അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാണ്ടിറ്റി ആൻഡ് നമ്പർ വരാം. ഇതൊന്നും നമ്മൾ മറന്നു പോകരുത്. അത് എയും ആനും ഡിയും പിന്നെ ഈ സംഭവങ്ങളെല്ലാം നമ്മുടെ മനസ്സിലേക്ക് വരണം. ഡിറ്റർമിനറുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരിക. ഇനി എന്താണ് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്? അഡ്ജക്റ്റീവ്സ് ആണ്. അഡ്ജക്റ്റീവ്സ് എപ്പോഴും എവിടെയാണ് വരിക? നൗണിന് തൊട്ട് മുമ്പിലായിരിക്കും അഡ്ജക്റ്റീവ്സ് വരിക. ഓക്കെ, ആ അഡ്ജക്റ്റീവ്സ് എന്ത് ചെയ്യുന്നു? ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു. ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക, എന്തിനെങ്കിലും ചൂണ്ടിക്കാണിക്കുക. അപ്പൊ അത്, ഇത്, അവ, ഇവ എന്നൊക്കെ പറയുന്നത് നമ്മളെ ചൂണ്ടിക്കാണിക്കുകയാണ്. അത് എന്ന് പറയുമ്പോൾ അല്ലേ, ആ വാക്കുകൊണ്ട് എന്തിനെയോ ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ടാണ് അത് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. എന്താണ് പൊസസീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്? അത് അഡ്ജക്റ്റീവ്സ് ആണ്, നൗണിന് തൊട്ട് മുമ്പാണ് വരേണ്ടത്. പക്ഷേ അത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഉടമസ്ഥതയെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ പൊസസീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പൊ മൈ പെൻ എന്ന് പറയുമ്പോൾ ആ പേനയെ വിശേഷിപ്പിക്കുകയാണ്. പക്ഷെ ആ പേനയെ ഞാൻ വിശേഷിപ്പിക്കുന്ന ഏത് വാക്കുകൊണ്ടാണ്? മൈ എന്ന് പറയുന്ന വാക്കുകൊണ്ടാണ്. ആ മൈ എന്ന് പറയുന്ന വാക്ക് എന്തിനെ സൂചിപ്പിക്കുന്നു? ഉടമസ്ഥതയെ സൂചിപ്പിക്കുന്നു. എന്റെ പേന. അപ്പൊ അങ്ങനെ ഉടമസ്ഥതയെ സൂചിപ്പിക്കുന്ന അഡ്ജക്റ്റീവ് ആയതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? പൊസസീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഈ അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ അളവിനെ സൂചിപ്പിക്കുന്ന അഡ്ജക്റ്റീവ്സ്. ഇപ്പൊ സം എന്ന് പറയുന്ന അളവാണ്, എനി എന്ന് പറയുന്ന ഒരു അളവാണ്, മച്ച്, മെനി ഇവയെല്ലാം അളവാണ്. എവിടം വരെ? ഈ എയ്തർ വരെ. ഓക്കെ, അപ്പം അങ്ങനെ ആകുമ്പോൾ അത് ക്വാണ്ടിറ്റിയാണ്. പിന്നെ നമ്പർ എന്ന് പറയുമ്പം കാര്യം 1, 2, ഫസ്റ്റ്, സെക്കൻഡ് എക്സെട്ര. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഓളും, ബോത്തും, ഫ്യൂവും, അതുപോലെ തന്നെ എവരിയും, ഏതറും, നെയ്തറും, ഈച്ചും, ഇത് നമുക്ക് നമ്പറായിട്ടും പറയാം, ക്വാണ്ടിറ്റി ആയിട്ടും പറയാൻ പറ്റും. അത് നമ്മൾ എന്തിനെ കുറിച്ച് പറയുന്നതനുസരിച്ചാണ്. ഇപ്പൊ ഓൾ മിൽക്ക് എന്ന് പറയുമ്പോൾ ആ മിൽക്ക് എന്ന് പറയുന്നത് അവിടെ എന്താ? അളവിനെ സൂചിപ്പിക്കുന്നു. അളന്നേ നമുക്ക് നോക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അപ്പൊ ഓൾ എന്ന് പറയുന്ന സംഭവം എന്താ? അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാണ്ടിറ്റി ആയിട്ട് വരും. എന്നാൽ ഓൾ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോഴോ ആ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എണ്ണാൻ പറ്റും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അത് അഡ്ജക്റ്റീവ്സ് ഓഫ് നമ്പർ ആയിട്ടും വരാം. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന സംഭവങ്ങളും ഇതിനകത്തുണ്ട്. എന്നാൽ 1, 2, ഫസ്റ്റ്, സെക്കൻഡ് എന്നൊക്കെ എന്താണ്? നമ്പർ തന്നെയാണ്. അപ്പൊ നമ്മൾ അതിലേക്കൊന്ന് കൂടുതൽ കാട് കയറി പോകണം. നമ്മുടെ പരീക്ഷയ്ക്ക് ചോദ്യം വരുമ്പോൾ നമുക്ക് ഉത്തരം എഴുതണം. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പം ഇത്രയുമാണ് ഡിറ്റർമിനർ എന്ന് ഉണ്ട്. ഡിറ്റർമിനർ എന്ന രീതിയിൽ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളാണ്. ഇനിയിപ്പം ഡിറ്റർമിനറുമായി ബന്ധപ്പെട്ട് എങ്ങനെയായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുക എന്നുള്ളത് നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ഇപ്പൊ ഇവിടെ ഞാൻ സെന്റൻസ് എഴുതിയിട്ടുണ്ട്. എന്താണ്? ദ ബോയ് ഹു സ്കോർഡ് ഫസ്റ്റ് റാങ്ക് ഇൻ ഓൾ ദി എക്സാംസ് ദാറ്റ് ഹിസ് സ്കൂൾ കണ്ടക്ടഡ് വാസ് മൈ സൺ എന്നൊരു സെന്റൻസ് എഴുതുന്നു. ഈ പറഞ്ഞ സെന്റൻസിനകത്ത് നമ്മൾ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഡിറ്റർമിനറെ കണ്ടെത്താനാണ് പറയുന്നത്. അപ്പൊ ഡിറ്റർമിനറെ കണ്ടെത്തണമെങ്കിൽ ആദ്യം നമുക്ക് നൗണിനെ കണ്ടെത്തണം. ആ നൗണിന് തൊട്ട് മുമ്പ് വരുന്നതായിരിക്കും ഡിറ്റർമിനർ. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ നോക്കാം എത്ര നൗൺ ഉണ്ടെന്ന് നോക്കാം. നോക്കുമ്പോൾ ഇവിടെ ബോയ് എന്ന് പറയുന്ന നൗണാണ്. ഓക്കെ, റാങ്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു നൗണാണ്. എക്സാംസ് എന്ന് പറയുന്നത് ഒരു നൗണാണ്. പിന്നെ സ്കൂൾ എന്ന് പറയുന്നത് നൗണാണ്. അതുപോലെ സൺ എന്ന് പറയുന്നത് എന്താണ്? നൗണാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബോയ്, റാങ്ക്, എക്സാംസ്, സ്കൂൾ, സൺ എന്ന് എത്ര നൗണിനെ കണ്ടെത്തി? നമ്മൾ 1, 2, 3, 4, 5 നൗണിനെ കണ്ടെത്തി. ഞാൻ എൻ്റെ തൊട്ട് മുമ്പ് വന്നിരിക്കുന്ന വാക്കുകളെ നോക്കാം. ഇപ്പൊ ബോയ് എന്ന് പറയുന്ന നൗണിന്റെ തൊട്ട് മുമ്പ് വന്നിരിക്കുന്നത് ദായാണ്. ഓക്കെ, ഇനി അതേപോലെ റാങ്കിന് മുമ്പ് വന്നിരിക്കുന്നത് എന്താണ്? ഫസ്റ്റ് ആണ്.
ഇനി അതേപോലെ എക്സാംസിന് മുമ്പ് വന്നിരിക്കുന്നത് എന്താണ്? ദായാണ്. ഇനി അതുപോലെ സ്കൂളിന്റെ തൊട്ട് മുമ്പ് വന്നിരിക്കുന്നത് ഹിസ്സാണ്. അതായത് സണ്ണിന്റെ തൊട്ട് മുമ്പ് വന്നിരിക്കുന്നത് മയ്യ. അപ്പോൾ നമ്മൾ നൗണിനെ കണ്ടെത്തി, അതുപോലെ തന്നെ അതിന് തൊട്ട് മുമ്പുള്ള ഡിറ്റർമിനറിനെയും കണ്ടെത്തി. ബോയ് എന്ന് പറയുന്ന നൗണിന് തൊട്ട് മുമ്പ് വന്നിരിക്കുന്നത് ദായാണ്. അപ്പോൾ അതൊരു ഡിറ്റർമിനർ ആണ്. ഏത് വിഭാഗത്തിൽപ്പെടുന്ന ഡിറ്റർമിനർ ആണ് അത്? ആർട്ടിക്കിൾസ് എന്ന് പറയുന്ന ഡിറ്റർമിനർ ആണ് ദ. ഇനി റാങ്ക് ആണ് ഇവിടുത്തെ നൗൺ. അതിന് തൊട്ട് മുമ്പ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ആണ്. ഈ ഫസ്റ്റ് എന്ന് പറയുന്നത് ഏത് തരം ഡിറ്റർമിനർ ആണ്? അഡ്ജക്റ്റീവ്സ് ഓഫ് നമ്പർ എന്ന് പറയുന്ന ഡിറ്റർമിനർ ആണ്, അല്ലെ? അഡ്ജക്റ്റീവ്സ് ഓഫ് നമ്പർ എന്ന് പറയുന്ന ഡിറ്റർമിനർ ആണ്. ആ നമ്പറിനെ സൂചിപ്പിക്കുന്ന ഡിറ്റർമിനർ. ഇനി എക്സാംസിന് തൊട്ട് വന്നിരിക്കുന്ന ദായാണ്. അതും എന്തുമായി ബന്ധപ്പെട്ടാണ്? ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഇനി സ്കൂളിന്റെ തൊട്ടും വന്നിരിക്കുന്ന വാക്ക് ഹിസ്സാണ്. ആ ഹിസ് ഒരു ഡിറ്റർമിനർ ആണ്. പക്ഷെ ആ ഡിറ്റർമിനർ എങ്ങനെയുള്ള ഡിറ്റർമിനർ ആണ്? ഉടമസ്ഥതയെ സൂചിപ്പിക്കുന്നത് പൊസസീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്ന ഡിറ്റർമിനർ ആണ്. ഹിസ് എന്ന് വെച്ചാൽ എന്താ? അവന്റെ എന്നല്ലേ? അപ്പൊ അത് ഉടമസ്ഥതയെ സൂചിപ്പിക്കുന്ന. അപ്പോൾ അത് എങ്ങനെയുള്ള ഡിറ്റർമിനർ ആണ്? പൊസസീവ് അഡ്ജക്റ്റീവ് എന്ന് പറയപ്പെടുന്ന ഡിറ്റർമിനർ ആണ്. അതുപോലെയാണ് സണ്ണിന്റെ തൊട്ടും വന്നിരിക്കുന്ന മൈ ആണ്. ആ മൈയും എന്താണ്? പൊസസീവ് അഡ്ജക്റ്റീവിനെ സൂചിപ്പിക്കുന്ന ഡിറ്റർമിനർ ആണ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ നൗണിനെയും ഒപ്പം അതിന്റെ തൊട്ട് മുമ്പ് വന്നിരിക്കുന്ന ഡിറ്റർമിനറിനെ കണ്ടെത്തുകയും ചെയ്തു. ആ ഡിറ്റർമിനറിനെ നമ്മൾ ഏതൊക്കെയാണ് സ്പെസിഫൈ ചെയ്യുകയും ചെയ്തു. ഇനി ഇത് മാത്രമേ ഉള്ളൂ ഡിറ്റർമിനർ? നമ്മൾ പഠിച്ചു വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇനി ഉൾപ്പെടുത്താത്ത ചില സംഭവങ്ങൾ കിടപ്പുണ്ട് ഇവിടെ. ഏതാ? ഈ ഓൾ നമ്മൾ പഠിച്ചതാണ്. അത് ഏത് തരം ഡിറ്റർമിനർ ആണെന്ന് പറഞ്ഞു? അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാണ്ടിറ്റി എന്ന് പറയുന്ന അഡ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നിരിക്കുന്ന ഡിറ്റർമിനർ ആണ് ഈ ഓൾ. അപ്പോൾ ഓളും ഒരു ഡിറ്റർമിനർ ആണ്. ഓക്കെ, ഇനി അതേപോലെ ദാറ്റും ഒരു ഡിറ്റർമിനർ ആണ്. അത് ഏതുതരം ഡിറ്റർമിനർ ആണ്? ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്ന ഡിറ്റർമിനർ ആണ് ഇത് ദാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ആയപ്പോൾ നമ്മൾ ഇതിനകത്ത് എല്ലാ ഡിറ്റർമിനറേയും പരിചയപ്പെടുത്തി. ഏതൊക്കെയാ? ദായും അതുപോലെ ഫസ്റ്റും ഓളും ഈ ദായും ഈ ദാറ്റും ഈ ഹിസ്സും ഈ മൈ. അങ്ങനെ ആകുമ്പോൾ മൊത്തത്തിൽ എത്ര ഡിറ്റർമിനർ ഉണ്ട് ഇവിടെ നോക്കുമ്പോൾ? 1, 2, 3, 4, 5, 6, 7 ഡിറ്റർമിനർ ആണ് ഈ സെന്റൻസിൽ ഉള്ളത്. ഇതിൽ നമ്മൾ ആദ്യത്തെ 5 എണ്ണം മാത്രമേ നമ്മൾ 5 എണ്ണം കുറിച്ചേ പറഞ്ഞുള്ളൂ. കാരണം എന്താ? നൗണിന് തൊട്ട് മുമ്പ് വരുന്നതാണ് ഡിറ്റർമിനർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ നോക്കിയപ്പോൾ നൗണിന്റെ തൊട്ട് മുമ്പിൽ ആകെ 5 നൗണേ വന്നുള്ളൂ. അതിന്റെ തൊട്ട് മുമ്പിൽ ഡിറ്റർമിനർ സ്ഥിതിക്ക് നോക്കുമ്പോൾ ആകെ 5 ഡിറ്റർമിനറെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ. നമുക്കിനി വിട്ടുപോയത് ഏതൊക്കെയായിരുന്നു? ഈ പറയുന്ന ദാറ്റിനെയും ഓളിനെയും നമ്മൾ ആദ്യം പറഞ്ഞില്ല. ഓളിനെയും ദാറ്റിനെയും നമ്മൾ ആദ്യം പറഞ്ഞില്ല. കാരണം എന്താ? ഈ ഓൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓളിന് ശേഷം എന്തല്ല വന്നിരിക്കുന്നത്? ഒരു നൗൺ അല്ല വന്നിരിക്കുന്നത്, അല്ലെ? ഓളിന് ശേഷം എന്തല്ല വന്നിരിക്കുന്നത്? ഒരു നൗൺ അല്ല വന്നിരിക്കുന്നത്. പിന്നെന്താ വന്നിരിക്കുന്നത്? ഡിറ്റർമിനർ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ 2 ഡിറ്റർമിനർ അടുപ്പിച്ചടുപ്പിച്ച് വന്നു. അതുകൊണ്ട് നമ്മൾ ഈ ഓളിനെ ആദ്യം പറഞ്ഞില്ല. എന്നാൽ ഓള് എന്ത് തന്നെയാണ്? ഡിറ്റർമിനർ ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഒരു നൗണിന്റെ തൊട്ട് മുമ്പാണ് ഡിറ്റർമിനർ വരേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ഓൾ എന്ന് പറഞ്ഞ ഡിറ്റർമിനർ എന്തിനു മുമ്പല്ല വന്നിരിക്കുന്നത്? ഒരു നൗണിന് മുമ്പല്ല വന്നിരിക്കുന്നത്. പിന്നെ എന്തിനു മുമ്പാണ് വന്നിരിക്കുന്നത്? ദ എന്ന് പറയുന്ന ഡിറ്റർമിനറിന് മുമ്പാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഓളിനെ കുറിച്ച് പറയാഞ്ഞത്. അതുപോലെ ദാറ്റ് എന്ന് പറയുന്ന ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവായിട്ട് നിൽക്കുന്ന ഇവിടുത്തെ ഡിറ്റർമിനർ ദാറ്റാണ്. ആ ദാറ്റിനെ നമ്മൾ എന്തുകൊണ്ട് പറഞ്ഞില്ല? കാരണം ദാറ്റിന് മുമ്പും എന്തല്ല വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ദാറ്റിന് ശേഷം എന്തല്ല വന്നിരിക്കുന്നത്? ഒരു നൗൺ അല്ല വന്നിരിക്കുന്നത്. പിന്നെന്താ? ഹിസ് എന്ന് പറയുന്ന ഒരു ഡിറ്റർമിനറാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഈ ഓളിനെയും ദാറ്റിനെയും ആദ്യം പറയാഞ്ഞത്. അങ്ങനെ വരുമ്പോൾ ഈ ഓളിനും ദാറ്റിനും ഒരു പേര് കൊടുക്കണമല്ലോ. ഓളും ദാറ്റും ഡിറ്റർമിനൽ വിഭാഗത്തിൽ പെടുന്നതാണ്. ഓളും ദാറ്റും ഡിറ്റർമിനർ എന്ന് പറയുന്ന ഭാഗത്തിൽ പെടുന്നതാണ്. പക്ഷേ ഈ സെന്റൻസിൽ നമുക്ക് ഡിറ്റർമിനർ എന്ന് പറഞ്ഞിട്ട് പേര് വിളിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? ഇതിന് ശേഷം എന്തല്ല വന്നിരിക്കുന്നത്? നൗൺ അല്ല വന്നിരിക്കുന്നത്. പക്ഷെ ഇതിന് ശേഷം എന്താ വന്നിരിക്കുന്നത്? ഡിറ്റർമിനർ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ദായും ഹിസും എന്താ? ഡിറ്റർമിനർ ആണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ ഓൾ അല്ലെങ്കിൽ ഈ ദാറ്റ്
എന്തിൻ്റെ മുന്നിലാണ് വന്നിരിക്കുന്നത്? നൗണിൻ്റെ മുന്നിലല്ല വന്നിരിക്കുന്നത്, പിന്നോ ഒരു ഡിറ്റർമിനറിന്റെ മുന്നിലാണ് ഇത് വന്നിരിക്കുന്നത്, ഓൾ. അതുപോലെ ഹിസ് എന്ന് പറയുന്ന ഡിറ്റർമിനറിന്റെ മുന്നിലാണ് ദാറ്റും വന്നിരിക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു ഡിറ്റർമിനറിന്റെ മുന്നിൽ വേറൊരു ഡിറ്റർമിനർ വരികയാണെങ്കിൽ, ഇപ്പൊ ഇവിടെ ദാ എന്ന് പറഞ്ഞ ഡിറ്റർമിനർ, അതിന്റെ മുന്നിൽ എന്ത് വന്നിരിക്കുന്നു? ഓൾ വന്നിരിക്കുന്നു. അതുപോലെ ഹിസ് എന്ന് പറഞ്ഞ ഡിറ്റർമിനർ ആണ്, അതിന്റെ മുന്നിൽ വേറൊരു ഡിറ്റർമിനർ വന്നിരിക്കുന്നു, ദാറ്റ്. ഓക്കെ, അങ്ങനെ ഏതെങ്കിലും ഒരു ഡിറ്റർമിനറിന്റെ തൊട്ട് മുമ്പിൽ വേറൊരു ഡിറ്റർമിനർ വരികയാണെങ്കിൽ അങ്ങനെയുള്ള ഡിറ്റർമിനർ നമുക്ക് എന്ത് വിളിക്കാം? പ്രീ ഡിറ്റർമിനർ എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? പ്രീ. പ്രീ എന്ന് വെച്ചാൽ എന്താ? ബിഫോർ എന്ന അർത്ഥം. ഓക്കെ, പ്രീ എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ബിഫോർ. അപ്പൊ ബിഫോർ എ ഡിറ്റർമിനർ, ഡിറ്റർമിനറിന്റെ മുന്നിൽ വന്നിരിക്കുന്നത്, ആ ഡിറ്റർമിനറിന്റെ മുന്നിൽ വന്നിരിക്കുന്ന ഡിറ്റർമിനറെ നമുക്കെന്ത് വിളിക്കാം? പ്രീ ഡിറ്റർമിനർ എന്ന് വിളിക്കാം. അങ്ങനെയും PSC ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. ഇതുപോലെ സെന്റൻസ് എന്നിട്ട് ഇതിനകത്ത് പ്രീ ഡിറ്റർമിനർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ഈ തന്നിരിക്കുന്ന സെന്റൻസിൽ എത്ര പ്രീ ഡിറ്റർമിനേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 2 പ്രീ ഡിറ്റർമിനേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണത്? ഏതൊക്കെയാണ്? ഈ ഓളും അതുപോലെ തന്നെ ദാറ്റും. ഇനി നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം. നോക്കുക, ഇങ്ങനെയായിരുന്നു ചോദ്യം. മൈ സൺ ഈസ് ആൻ എഞ്ചിനീയർ. ഇനി സിമ്പിൾ ആയ ഒരു സെന്റൻസ് തന്നിരിക്കുകയാണ്. ഹിയർ മൈ ഈസ്, ഇത്രയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ മൈ എന്താണ്? ഈ സെന്റൻസിൽ മൈ എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പൊസസീവ് പ്രൊനൗൺ, ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്, പൊസസീവ് ഡിറ്റർമിനർ, ന്യൂമറൽ ഡിറ്റർമിനർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം, ഈ മൈ എവിടെയാണ് വന്നിരിക്കുന്നത്? സണ്ണിന്റെ മുന്നിലാണ് വന്നിരിക്കുന്നത്. സൺ എന്ന് പറഞ്ഞ ഇവിടുത്തെ എന്താണ്? നൗൺ ആണ്. അപ്പൊ നൗണിന്റെ തൊട്ട് മുമ്പിൽ എന്തൊക്കെ വരാം? അഡ്ജക്റ്റീവ്സ് വരാം, പിന്നെ ഡിറ്റർമിനർ വരാം. ഈ അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ആക്ച്വലി ഡിറ്റർമിനർ തന്നെയാണ്, കാരണം ഈ നൗണിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഈ മൈ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു വെച്ച് നോക്കുമ്പോൾ ഇത് പൊസസീവ് പ്രൊനൗൺ ആണോ? അല്ല, കാരണം പൊസസീവ് പ്രൊനൗണിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടേ ഇല്ല. ഡിറ്റർമിനറുമായി ബന്ധപ്പെട്ട് പൊസസീവ് പ്രൊനൗണിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, പക്ഷേ പൊസസീവ് അഡ്ജക്റ്റീവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പൊസസീവ് അഡ്ജക്റ്റീവ് എന്നായിരുന്നെങ്കിൽ സംഭവം നമുക്ക് മൈ ആൻസർ ആയിട്ട് എഴുതാമായിരുന്നു. ഓക്കെ, ഇവിടെ അഡ്ജക്റ്റീവ് എന്നായിരുന്നെങ്കിൽ, പ്രൊനൗണിന് പകരം അഡ്ജക്റ്റീവ് എന്നായിരുന്നെങ്കിൽ നമുക്ക് ആൻസർ എഴുതാം. ഇവിടെ എ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതാമായിരുന്നു. നമ്മൾ ഡിറ്റർമിനർ പഠിക്കുമ്പോൾ പ്രൊനൗണിനെ കുറിച്ച്, പൊസസീവ് പ്രൊനൗണിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുമില്ല. ഓക്കെ, അപ്പൊ ഇനി അടുത്ത് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരാം? ദാറ്റ്, ദിസ്, ദീസ്, ദോസ് ഒക്കെയാണ് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്. അതല്ലല്ലോ മൈ അല്ല. ഇനി നോക്കാം ന്യൂമറൽ ഡിറ്റർമിനർ. ന്യൂമറൽ എന്ന് വെച്ചാൽ എന്താ? നമ്പറുമായി ബന്ധപ്പെട്ട. നമ്മൾ പറഞ്ഞു ഡിറ്റർമിനർ ഓഫ്, അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് ഓഫ് ക്വാണ്ടിറ്റി ഓർ നമ്പർ, അതിനെ നമുക്ക് ഡിറ്റർമിനർ എന്ന് വിളിക്കാന്ന് പറഞ്ഞു. ഈ നമ്പറിനെ സൂചിപ്പിക്കുന്ന ഡിറ്റർമിനറെ നമുക്ക് എങ്ങനെ വിളിക്കാം? ന്യൂമറൽ ഡിറ്റർമിനർ എന്ന് നമുക്ക് പറയാം. ഇത് നമ്പറിനെ സൂചിപ്പിക്കുന്നതാണോ? അല്ല. അതുകൊണ്ട് ഇത് ന്യൂമറൽ ഡിറ്റർമിനറും അല്ല. ഇനി നമ്മുടെ കയ്യിലുള്ളത് പൊസസീവ് ഡിറ്റർമിനർ എന്നുള്ളതാണ്. നമ്മൾ പഠിച്ചു വെച്ച് നോക്കാം. നമ്മൾ അങ്ങനെ പൊസസീവ് ഡിറ്റർമിനർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു രീതിയിൽ പറഞ്ഞില്ല. ഓക്കെ, എങ്കിലും നമുക്കിത് നോക്കാം. ഈ മൈ എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്ന? ആക്ച്വലി പൊസസീവ് ആയിട്ടുള്ള സംഭവത്തിൽ പൊസഷനെ സൂചിപ്പിക്കുന്നതാണല്ലോ. അപ്പോൾ പൊസസീവ് ആണ്, പിന്നെ അതെന്തും കൂടെ ആണ്? ഡിറ്റർമിനറും കൂടെ ആണ്. അങ്ങനെ ആകുമ്പോൾ ഉടമസ്ഥതയെ സൂചിപ്പിക്കുന്ന ഡിറ്റർമിനർ. അതുകൊണ്ട് നമുക്കിനി എന്തെന്ന് വിളിക്കാം? പൊസസീവ് ഡിറ്റർമിനർ എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടെ ആൻസർ എന്തായിരിക്കും? ഈ സി എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ. കാരണം നൗണിന്റെ മുമ്പാണ് വന്നിരിക്കുന്നത്. നൗണിന്റെ മുമ്പായിട്ട് വരികയും നൗണിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നു, അല്ലെങ്കിൽ നൗണിനെ ഒന്ന് വിശേഷിപ്പിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ അതിനെ നമുക്ക് പൊതുവെ ഡിറ്റർമിനർ എന്ന് വിളിക്കാം. ആ ഡിറ്റർമിനറിൽ പെടുന്നതാണ് അഡ്ജക്റ്റീവ്സും അല്ലെ, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം. ഇവിടെ നോക്കുമ്പോൾ ഇത് വെറും ഡിറ്റർമിനർ മാത്രമല്ല, അതെന്തിനും കൂടെ സൂചിപ്പിക്കുന്നു? ഉടമസ്ഥതയും കൂടെ സൂചിപ്പിക്കുന്നു. അങ്ങനെ ആയതുകൊണ്ട് ഈ മൈ ഇവിടെ എന്താണ്? പൊസസീവ് ഡിറ്റർമിനർ ആണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓക്കെ, അപ്പൊ ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യം എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.